എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മി മഹേഷിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരിജ അങ്ങോട്ടേക്ക് വരുവാണ്. ഗിരിജ വന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് ചോദിക്കുക. എന്താ ഗിരിജ, എന്താ പ്രശ്നം എന്നും മഹേശ്വരൻ ചോദിക്കുകയാണ്. കുഞ്ഞ് അതിന്റെ പെറ്റമ്മയുടെ ചൂട് കയറ്റല ഈ സമയത്തും കിടക്കണ്ടേ, അതിന് പകരം കുഞ്ഞിനെ എടുത്തോണ്ട് പോയിരിക്കുന്നു. ചോദ്യമില്ല പറച്ചിലും ഒന്നുമില്ല എന്ന് പറയണം. ഇതിപ്പോ ആര് കുഞ്ഞിനെ എടുത്തോണ്ട് പോയ കാര്യ പറയണേ, ഒന്നും മനസ്സിലാകുന്നില്ല ഗിരിജയെന്ന് പറയണം. അത് പിന്നെ നന്ദ വന്ന് എടുത്തോണ്ട് പോയെന്ന് പറയണം. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പം, നന്ദ കുഞ്ഞിന്റെ അമ്മയല്ലേ, നന്ദ എടുത്തോണ്ട് പോയാൽ എന്താ കുഴപ്പം ചോദിക്കും. നന്ദയ്ക്ക് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടാവാൻ മേലായിരുന്നോ. ഞാൻ പിങ്കി മോളെയും കൊണ്ട് ബാത്റൂമിൽ കയറിയ സമയം നോക്കി അവള് പാത്തും പതുങ്ങിയും വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയിരിക്കുന്നു. പിന്നെ ഞാൻ മണത്ത് പറയാൻ ചെന്ന സമയത്താ കുഞ്ഞ് അവളുടെ കയ്യിലാന്ന് അറിഞ്ഞേ. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, ഓഹോ അപ്പൊ ഈ മണം പിടിക്കല് ഗിരിജിക്ക് ഉണ്ടല്ലേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാനൊരു അലങ്കാരികമായിട്ട് പറഞ്ഞാന്ന് പറയാ. അതെ, ഇതിന് ഇത്തിരി അലങ്കാരം കൂടിപ്പോയി, അതുകൊണ്ട് കൂടുതലൊന്നും ഗിരിജ പറയണ്ട. കുഞ്ഞിനെ എടുത്തോണ്ട് പോയെങ്കിൽ അതിന്റെ യഥാർത്ഥ അമ്മയെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. അതിനിപ്പോ ഗിരിജയ്ക്ക് എന്താ ഒരുക്കം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ എത്രയാന്ന് പറഞ്ഞാലും പിങ്കി പ്രസവിച്ചല്ലേ, നൊന്ത് പ്രസവിച്ചല്ലേ, അതിനിപ്പം പിങ്കിയോട് പ്രസവിക്കലെന്ന് ആരും പറഞ്ഞോ. അതെന്നൊക്കെ പറഞ്ഞ് ഗിരിജ നിൽക്കുകയാണ്. ദേ ഗിരിജ, ഒരു കാര്യം പറഞ്ഞേക്കാം, നീയും ഞാനും എല്ലാം പ്രസവിച്ച നമുക്കറിയാം പ്രസവവേദനയെ കുറിച്ചും കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് അത് നന്ദയുടെ കുഞ്ഞ ആവാതിരിക്കുന്നില്ല. നന്ദയുടെ കുഞ്ഞാ, അല്ലാതെ പിങ്കിയുടെ കുഞ്ഞല്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗിരിജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഗിരിജ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം നന്ദ ഭയങ്കര സന്തോഷത്തിൽ കുഞ്ഞിനെ എടുത്തോണ്ട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, ഇങ്ങോട്ട് കാട്ടെ, കുഞ്ഞിനെ ഞാൻ എടുക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞിനെ മേടിക്കണം. അപ്പൊ കുഞ്ഞ് ചെറുതായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഗൗതം കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. അച്ചുക്കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ കുഞ്ഞിനിട്ട പേരാണ് അച്ചു എന്നുള്ള. അച്ചുക്കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ്. പിന്നീട് ഗൗതം പറഞ്ഞു, അതെ ഒരാളെ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. ആരെ? ഇപ്പൊ കണ്ടു ഒരാളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് വിനയചന്ദ്രന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഭിത്തിയെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്ക് കൊണ്ടിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങോട്ട് നോക്ക്, ഇതാരാന്ന് നോക്ക്. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ ദേ അച്ഛന്റെ മോൾക്ക് തുണയില്ലാന്ന്. അച്ഛന്റെ മോൾക്ക് ഒരു തുണ വന്നിട്ടുണ്ട്. ഇനി എല്ലാ കാലത്തും അച്ഛന്റെ മോളോടൊപ്പം ഉണ്ടാവും, ഒരിടത്തേക്കും പോകത്തില്ല ഇവന്, കണ്ടോ എന്ന് അച്ചിക്കുട്ടനാന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ടോണ്ട് നന്ദ നിന്നപ്പം നന്ദയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു. കാരണം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ സമയം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അച്ഛനായിരുന്നു. തന്റെ ഒരു കുഞ്ഞിനെ കാണാന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് ഓർത്ത് കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദയ്ക്ക്. നന്ദ കരയുന്നുണ്ടപ്പത്തിനും ഗോവിന്ദൻ ചോദിച്ചു, എന്ത് പറ്റി? ഒന്നുമില്ല. സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമുക്കായിട്ട് തന്നിരിക്കുന്ന കുഞ്ഞല്ലേ, ഇതിനെ നമുക്ക് പൊന്നുപോലെ വളർത്തണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദയൊന്ന് ചിരിച്ചു. പെട്ടെന്ന് ഗോതമ്പ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി അച്ഛനോട്. എന്താ? അതെ അച്ഛാ, ഇതേ അച്ഛനോ ഞാനോ പറഞ്ഞിട്ട് കേൾക്കാത്ത കുറുമ്പയല്ലേ ഇവളെ ഇഷ എണ്ണ ഇത്ര വരപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന മുതലായത് കണ്ടോ അച്ചിക്കുട്ടൻ. അധികം വൈകാതെ തന്നെ അച്ഛന്റെ മോള് ഇതേ ഇവന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന് പറയാ. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, അച്ഛനും മോനും കൂടെ എന്നെ പാഠം പഠിപ്പിക്കാനായിട്ട് ഇങ്ങുവാ, ഞാൻ രണ്ടെണ്ണത്തിനെ ശരിയാക്കി തരാം എന്നൊക്കെ നന്ദ പറയാണ്. പിന്നീട് ഗൗതം കുഞ്ഞിനെ കൊഞ്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദ പറഞ്ഞു, ഇങ്ങോട്ട് നാട്ടെ ഞാൻ പിടിക്കാന്ന് പറയണം. വേണ്ട, ഞാൻ ഇച്ചിരി സമയം കൂടെ എടുക്കട്ടെ, എനിക്ക് കൊതി മതിയായിട്ടില്ലെന്ന് പറയണം. അങ്ങനെ ഇരുന്ന് കഴിയുമ്പത്തിന് കുഞ്ഞ് മൂത്രം ഒഴിക്കണം. ഇവൻ പണി തന്നെന്ന് തോന്നിയെന്ന് ഗൗതം പറയാണ്. എന്ത്? ഇവൻ മുള്ളിന്നാ തോന്നിയെന്ന് പറയണം. ആഹാ, അങ്ങനെയാണെങ്കിൽ കണ്ടോ കുഴപ്പമില്ല, അച്ഛനോട് ഇഷ്ടമുള്ളതുകൊണ്ടാന്ന് പറയണം. ഇതാ ഞാൻ കുഞ്ഞിന്റെ ഡ്രസ്സ് മാറ്റാന്ന് പറയണം. അങ്ങനെ നന്ദ കുഞ്ഞിനെ മേടിച്ചോണ്ട് പോവാണ്. ഈ സമയത്ത് പിങ്കിയുടെ അടുത്തേക്ക് വരുവാണ് ഗിരിജ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് എല്ലാരും അവൾക്ക് സപ്പോർട്ട് ചെയ്യുക, അവളാണ് ശരിക്കും അമ്മ പോലും. അപ്പൊ പിങ്കി നീ ആരാന്ന് ചോദിക്കുക, നീ കുഞ്ഞിനെ പ്രസവിച്ച് വെറുതെ ആയി പോയില്ലെന്ന് ചോദിക്കുക. ഇല്ല ചിറ്റേ, ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ലെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ കുഞ്ഞിനെ കൊണ്ട് അങ്ങ് വരുന്നേ. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പത്തേനും തൊട്ടിൽ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ട് കുഞ്ഞിനെ കിടത്താനൊക്കെ പറഞ്ഞിട്ട് ഗിരിജ ദേഷ്യപ്പെടുക. ഈ സമയം നന്ദ പറഞ്ഞു, അല്ല ചിറ്റി എന്തിനാ ദേഷ്യപ്പെടുന്നേ? അതെ, നീ ആരുടെ വെച്ചിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന് ചോദിക്കും. അതിന് ഞാൻ ആരുടെയും ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ട് പോകുന്നതിന് ഞാൻ ആരുടെ ചോദിക്കേണ്ടത് നിൽക്കും? നിന്റെ കുഞ്ഞോ? ഇത് പിങ്കിയുടെ കുഞ്ഞാന്ന് പറയാ. പിങ്കിയുടെ കുഞ്ഞോ? ചിറ്റയ്ക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. എടി, നീ എന്ത് അവകാശത്തിന്റെ പേരിലെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നേ? പിങ്കി അല്ലേ നൊന്ത് പ്രസവിച്ചേ, അതിങ്ങനെ എങ്ങനെ അമ്മയാവുന്നേ? അതെ, നൊന്ത് പ്രസവിച്ചോണ്ട് അമ്മയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല പിങ്കിയോട് തന്നെ ചോദിച്ചു നോക്ക്, പിങ്കിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണം. നന്ദേ, നീ ഇപ്പൊ ഈ ചെയ്ത് ശരിയായില്ലെന്ന് പറയണം. എന്ത്? എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നിന്നോട് ആരാ പറഞ്ഞേ? ഇത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ ആകെപ്പാടെ കരഞ്ഞു തളർന്നേ. മോൻ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ? ഇത് കേട്ടതും നന്ദ പറഞ്ഞതേ, കുഞ്ഞിന്റെ അമ്മയെ എനിക്കറിയാം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്, നീ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കണമെന്ന് പറയാം. ഇത് കേട്ടതും
ഗിരിജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ അങ്ങനെയാണോ, അന്ന് ഒരു കാര്യം ചെയ്യ, നീ അങ്ങോട്ട് പാലും കൂടെ കൊടുത്തേക്ക്. എടി പ്രസവിക്കാത്ത നിനക്ക് എങ്ങനെയാണ് ഈ പാലുണ്ടാവുന്നേ, അപ്പൊ നീ എങ്ങനെയാ പാല് കൊടുക്കണെന്ന് ചോദിക്കുക. അതിന് പിങ്കി തന്നെ വേണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഒന്ന് പറഞ്ഞു കൊടുക്ക് ചിറ്റേ, അവള് വലിയ ഡോക്ടറാ, എന്നിട്ട് അവൾക്കൊന്നും അറിയത്തില്ല എന്ന് പറയണം. പിന്നീട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നന്ദയ്ക്ക് ആ പടെ വിഷമമായിപ്പോയി. നന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പൊ തന്നെ കുഞ്ഞ് കരയുക. ഇത് വിശന്നിട്ടാന്ന് തോന്നുന്നത്, അവന് പാല് കൊടുക്കണമെന്ന് പറയണം. പിങ്കി പറഞ്ഞു, അതെങ്ങനെയാ ചിറ്റ പാല് കൊടുക്കുന്നത്, പുറത്തുനിന്ന് ഒരാൾ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ പാല് കൊടുക്കണമെന്ന് ചോദിക്കുക. നന്ദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയത്. കാരണം നന്ദയ്ക്ക് ഒരിക്കലും അമ്മയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ അതിനെയൊക്കെ ചോദ്യം ചെയ്ത പോലെയാണ്. തന്റെ കുഞ്ഞാണ്, സരോഗസിലൂടെ അവൾ കൊണ്ടായതാ, പക്ഷെ അവൾ അധികാരം സ്ഥാപിക്കാണ്ട് ശ്രമിക്കുന്നു. നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. പിന്നീട് ഗിരിജ പറഞ്ഞു, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് നന്ദേനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളി വിടുവാണ്. അവള് നോക്കി നിൽക്കുന്ന കുഞ്ഞു വയസ്സെന്ന് കരയുന്ന കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് നന്ദ വന്ന് ലക്ഷ്മിയോടും മോഹിനിയോടും കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോ മോഹിനി പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ അവളുടെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചാനം. ആ ഗിരിജയ്ക്ക് അല്ലെങ്കിലും ഇത്തിരി എല്ലു കൂടുതലുണ്ട്, നന്ദയ്ക്ക് അതിനുള്ള കഴിവില്ലാത്തോണ്ടാന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, നന്ദമോളെ നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ കുഞ്ഞ് തന്നെയാന്ന് പറയാം. പിന്നീട് നന്ദ പറഞ്ഞു, എനിക്കാണെങ്കിൽ പിങ്കിയുടെ ഇതിൽ സംശയം ഉണ്ടായിരുന്നു, സരോഗസിയിൽ ആദ്യം തന്നെ അവൾക്ക് ഈ കുഞ്ഞിനെ തട്ടിയെടുക്കാനാണെന്ന്. അത് അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അതെ നിന്റെ കുഞ്ഞിനെ നിനക്ക് തന്നെ അവകാശപ്പെട്ട, അവള് പ്രസവിച്ചെന്ന് ഓർത്തോണ്ട് ഒരിക്കലും അത് അവളെ കുഞ്ഞാൻ പോകുന്നില്ലെന്ന് പറയണം. മോഹിനി പറഞ്ഞു, അത് ശരിയാ, എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്ന ആ ഗിരിജയാണ്. ഗിരിജ ഓരോന്ന് പറഞ്ഞ് എരിപരി കയറ്റി കൊടുക്കുന്ന അവളെ ആദ്യം തന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കുവാണെങ്കിൽ ഒരു പകുതി സമാധാനം കിട്ടുമെന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അതെ നീ വിഷമിക്കൊന്നും വേണ്ടെന്നെന്ത്, നീ എന്തിനാ വിഷമിക്കണേ, നിന്റെ കുഞ്ഞല്ലേ അത്, നീ അതിനെ എടുക്കുവോ കിടത്തുവോ എന്ത് വെള്ളം ചെയ്തോളാൻ പറയണ. ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, അല്ലേലും അവൾക്ക് എന്താ അവകാശം ഇരിക്കണേ, സരാഗസ് കഴിയുന്നതോട് കൂടിയിട്ട് കുഞ്ഞിന്റെ വെള്ളം അവകാശം അവളുടെ തീറ്റത്തില്ലേ, അല്ലേലും ഒരിക്കലും അവൾക്ക് അവകാശം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കാണ് ഗിരിജ അങ്ങോട്ട് വന്നേ. ഗിരിജ പറയുന്നീ കേട്ടതൊക്കെ മോഹിനിയോട് വന്നിട്ട് പറഞ്ഞു, ഓഹോ അപ്പൊ ഞാനല്ലേ ഇവിടുത്തെ പ്രശ്നക്കാരി എന്ന് ചോദിക്കുക. സംശയം എന്താ, നിങ്ങൾ തന്നെയാ പ്രശ്നക്കാരി, നിങ്ങള് പിങ്കിയോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എരിപരി കയറ്റി പിങ്കിയുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോന്നോ അന്ന് പിങ്കി നന്നാവോളെന്ന് പറയാണ്. ഓ അപ്പൊ ഞാൻ കാരണക്കാരി. അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ പറയുന്ന നന്ദയ്ക്ക് കുഞ്ഞിന് എന്താ അവകാശം ഇരിക്കണമെന്ന് ചോദിക്കുക. ലക്ഷ്മി പറഞ്ഞു, അപ്പൊ പിങ്കിക്കാണോ പിന്നെ അവകാശം? അല്ല ഗിരിജയ്ക്ക് അറിയാവുന്നല്ല സരോഗസിയെ കുറിച്ചൊക്കെ, ഗിരിജ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പിങ്കിയുടെ കുഞ്ഞാന്നോ, പിങ്കി പ്രസവിച്ചെന്നോർത്ത് ഒരിക്കലും പിങ്കിയുടെ കുഞ്ഞാവണമെന്ന് ഒരു നിർബന്ധമില്ലെന്ന് പറയാണ്. അവന്റെ ശരിക്കുള്ള മദർ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ, ഈ ഇരിക്കണം നന്ദമോള് തന്നെയാ. അതിനെ എതിർക്കാണ്ട് നിനക്ക് പറ്റുമോ ഗിരിജ എന്ന് ചോദിക്കുക. എങ്കിൽ നീ എതിർക്ക്. അതെ കുഞ്ഞിനെപ്പോഴും കുഞ്ഞിന്റെ പെറ്റമ്മയോടൊപ്പം കിടക്കണം എന്നൊന്നുമില്ല. നീ എന്താ പറഞ്ഞേ, പെറ്റമ്മയെന്നല്ല പറഞ്ഞേ, പെറ്റമ്മയെന്ന് വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, അത് നിനക്കറിയാവോ ഗിരിജ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ പിങ്കിനെ വാടകമ്മയെന്നാ വിളിക്കണ്ടേ, അവള് ശരിക്കും വാടകമ്മയാണ്, അല്ലാതെ പെറ്റമ്മയൊന്നും അല്ലെന്ന് പറയാ. അത് കേട്ടതും ഗിരിജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഗിരിജ പറഞ്ഞ്, കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിച്ച ആരാന്നറിയാവോ, പിങ്കിയാന്ന് പറയണം. ഓ നീ പ്രസവത്തിന്റെ കാര്യങ്ങളൊന്നും പറയല്ലേ, ഞാനും പ്രസവിച്ച, ഈ നിൽക്കുന്ന മോഹിനി എല്ലാരും പ്രസവിച്ച, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രസവ വേദന, അതുകൊണ്ട് നീ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല ഗിരിജെ. പിന്നെ നീ അവളുടെ മനസ്സിലേക്ക് ഓരോ വിഷം കുത്തി നിറയ്ക്കാൻ നോക്കിയാലോ അതൊന്നും ശരിയാവുന്ന കാര്യമില്ല, ഒരിക്കലും കുഞ്ഞിനെ കിട്ടാനായിട്ട് പോകുന്നില്ല പിങ്കിക്ക്, അതുകൊണ്ട് അവളോട് ചെന്ന് പറഞ്ഞു കൊടുത്താരെ. പിന്നെ കുഞ്ഞിന്റെ കാര്യത്തില് നന്ദയ്ക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം, പാല് കുടിക്കാൻ മാത്രം കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടെത്തില്ല, അല്ലാത്ത സമയത്തൊക്കെ നന്ദ നമ്മള് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, അല്ലെങ്കിൽ നന്ദയെ നോക്കണ്ടേ പിങ്കി അല്ല നോക്കണ്ടേന്ന് പറയാണ്. ഗിരിജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗിരിജ നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കണല്ലേ, ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല, മരിക്കാൻ തയ്യാറായപ്പോഴും ഞാൻ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ച് എന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ട, അല്ലെങ്കിൽ തന്നെ ഗൗതത്തിനെ സ്വന്തമാക്കാൻ പറ്റാത്ത മാനസിക വിഷമത്തിലായിരുന്നു ഞാൻ, ആ സമയത്താണ് ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചത്. നല്ല കാര്യമാണ്, ഈ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഇനിയിപ്പൊ നന്ദേന്നല്ല ഗൗതം വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് പറയണം. ഗിരിജ പറഞ്ഞു, അതെ പിങ്കി മോൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം, ഒരു കാരണവശാലും ആര് വന്ന് പറഞ്ഞാലും മൈൻഡ് ഇളകില്ലെന്ന് പറയണം. എവിടെ ഇളകാനായിട്ട്, എന്റെ കുഞ്ഞത്, അപ്പൊ ഞാൻ എന്തിനെ വിട്ടുകൊടുക്കണേ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വന്നു. നന്ദ വന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗിരിജയും പിങ്കിയും കൂടെ ചോദിച്ചു, നീ എന്തിനാ കുഞ്ഞിനെ എടുക്കാൻ വന്നേ, കുഞ്ഞിനെ ദേഹം കഴുകണമെന്ന് പറയണം. അതിനിവിടെ ആളുണ്ടെന്ന് പിങ്കി പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട്, അവർ ചെയ്തോളെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഗിരിജ തടഞ്ഞു. പക്ഷെ നന്ദ എന്ത് ചെയ്യുവാണ്, സമ്മതിച്ചില്ല. നന്ദ കുഞ്ഞിനെ എടുത്തോളം കൂടെ പോവാ. പിങ്കിയോട് ഗിരിജ പറഞ്ഞു, കണ്ടില്ല അവളുടെ അഹങ്കാരം, അവൾ ആധിപത്യം സ്ഥാപിക്കോ കുഞ്ഞിന്റെ മേല്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ ചിറ്റേ, കുഞ്ഞിനെ സ്വന്തമാക്കിയാൻ വേണ്ടിട്ട് എന്ത് വൃത്തിയായിട്ട കളി കളിക്കാൻ ഞാൻ തയ്യാറാ,
അതിന് വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ ഇരിക്കുവാണ്. ഈ സമയം കലണ്ടറെ നോക്കുകയാണ് മഹേശ്വരന്. കലണ്ടറെ നോക്കിയിട്ട് ദിവസം ഉണ്ടോണ് 28 കെട്ട് എന്നാ വരുന്നേന്നുള്ളത്. ആ സമയം അടുത്ത് ലക്ഷ്മിയുണ്ട്, അരുന്ധതിയുണ്ട്. പിന്നീട് പറഞ്ഞ് 17-ാം തീയതിയാണ് 28 കെട്ട് വരുന്നത്. ആഹാ കൊള്ളാലോ, അപ്പൊ നമുക്കത് ആർഭാടമായിട്ട് നടത്തേണ്ടി നിൽക്കും. പിന്നെ വേണ്ടേന്നോ, കുഞ്ഞിന്റെ 28 കെട്ട് നമുക്ക് നല്ല ആർഭാടമായിട്ട് നടത്തിയേക്കാന്ന് പറയാണ്. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അരുന്ധതി അടുത്തിടെ മനസ്സിലെ സന്തോഷത്തിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്ത്? അല്ല, മഹാദേവൻ ഏട്ടനെ മേടിച്ചു വെച്ചിരിക്കുന്ന പൊന്നരഞ്ഞാണം അത് കൊച്ചിനെ ഇടിയിക്കാനല്ലേ നിൽക്കും. ഇത് കേട്ടതും അരുന്ധതി ചിരിക്കുക. അത് ലക്ഷ്മി, അത് ഇടിയിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര കാലമായി പണിയിച്ചു വെച്ചിരിക്കുന്നതെന്നറിയോ. ഇത്തവണ അത് ഈ ഇന്ത്യവരത്തിലെ അനന്തരാവകാശി അണിയിക്കാനായിട്ട് പോവാന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.